ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കോമ്പ് ക്ലിപ്പ് ഒന്ന് ഡെക്കറേഷൻ ചെയ്താലോ? അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ദിവസം ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾക്ക് തയ്ച്ച ഉടുപ്പിൻ്റെ ബാക്കി തുണി വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതൊരു ഓർഗൻസ ടൈപ്പ് മെറ്റീരിയലായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി വർക്ക്, കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊഴിവാക്കിയിട്ട് അതിനിടയ്ക്കൂടെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം നോക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു ഫ്ലവറിൻ്റെ ഇതള് പോലെ, അതായത് റോസാപ്പൂവിൻ്റെയൊക്കെ ഇതളില്ലേ, അതുപോലെ ആ ഒരു ഷേപ്പിൽ ഞാൻ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും നോക്കിയല്ല കട്ട് ചെയ്തേ. ഏകദേശം ഒരു അളവ് നോക്കി ആ ഒരു ഷേപ്പിലങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അതൊരു 15 പീസ് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്നൊരു 3 പീസ് എടുത്ത് ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ചൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒന്നിനും മീതെ ഒന്നായിട്ട് വരുന്ന പോലെ, അതായത് ഒന്നിൻ്റെ അറ്റത്തോട്ട് ഒരല്പം അടുത്ത പീസ് ഒന്ന് കയറ്റി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3 പീസ് ഇങ്ങനെ കൂട്ടി തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ ഒരു ലെയർ ആയി. ഇനി അടുത്ത ലെയർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു 5 പീസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചുമ്മാ ഇങ്ങനെ കോർത്ത് എടുത്താൽ മതി. അപ്പോൾ ഒരു പീസിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അറ്റത്തേക്കായിട്ട് അടുത്ത പീസ് അല്പം ഒന്ന് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉടുപ്പ് തയ്ച്ചതിൻ്റെ ബാക്കി തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓരോ ഡെക്കറേഷനൊക്കെ ചെയ്താൽ മതി. വലിയ വില കൊടുത്ത് നമ്മൾ ഷോപ്പിലൊക്കെ പോയി കറക്റ്റ് കളറൊക്കെ തപ്പിയെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കിട്ടാനും പാടാണ്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നമുക്കധികം ചിലവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു 3 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 3 പീസ്, രണ്ടാമത്തേത് 5 പീസ്, മൂന്നാമത്തേത് 7 പീസ്, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി അത് ഏറ്റവും ചെറുതും അതിൻ്റെ വലുതും എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൂട്ടി തുന്നിയെടുക്കുന്നുണ്ട്. 1-2 വട്ടം ഇത് ഈ ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും പിടിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 3 കൂടെ ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച് തുന്നിയെടുത്താലും മതി. അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 ഒന്ന് കൂട്ടി തുന്നി 1-2 തവണയൊന്ന് തുന്നിയെടുത്തിട്ട് അടിയിലോട്ട് വലുതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി തുന്നിയെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ കുറേ കൂടി എളുപ്പമുണ്ട്, കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഞാൻ വൈറ്റ് കളർ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നടുക്കൊരെണ്ണം, അതിൻ്റെ ചുറ്റിനും കുറച്ച് ബീഡ്സ്, അങ്ങനെ വരുന്ന പോലെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉടുപ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അതിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് വൈറ്റും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ ബീഡ്സ് ആകുമ്പോൾ നല്ല ചേർച്ച ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡ് വേണമെങ്കിലും ഈ ഫ്ലവർ ഉണ്ടാക്കി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 ഫ്ലവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിലാണെങ്കിൽ ഒരു ഫ്ലവർ ചെയ്താൽ മതിയാവും. ഇപ്പോൾ എൻ്റെ മോൾക്ക് അത്യാവശ്യം മുടിയുണ്ട്, അപ്പോൾ അവൾക്ക് കോമ്പ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ അത്യാവശ്യം വലിപ്പത്തിന് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ബീഡ്സ് എല്ലാം ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലേക്കൊന്ന് കുത്തിയെടുത്തിട്ട് അവിടെ കെട്ടിട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ.
അതുപോലെ തന്നെ ഞാൻ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗിയർ വയറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 5 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് അതിൻ്റെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ടിയാരയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഗിയർ വയറില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു വിരൽ ഇതുപോലെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ പിരിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ ഒരു വശത്തെ ഗിയർ വയർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 5 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് വളച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ പിന്നെ അത് രണ്ടും കൂടെ കൂട്ടി ഒരു 3-4 പ്രാവശ്യം ഞാനൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തെ വശത്തെ ഗിയർ വയറിലേക്ക് ഇതുപോലെ തന്നെ ഒരു 5 ബീഡ്സ് ഇട്ട് കൊടുത്ത് പിരിച്ചെടുക്കുന്നുണ്ട്. ഇനി ബീഡ്സ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഓരോന്ന് വേണമെങ്കിലും 5 പകരം 1 വെച്ചിട്ട് വേണമെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഇനി അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് കുറച്ചുകൂടെ വലിയൊരു ബീഡ്സ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ ഗിയർ വയറിലും ഇതുപോലെ തന്നെ 1 എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി അത് അതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് പിരിച്ചെടുത്തിട്ട് ഞാനത് ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഫ്ലവറിൻ്റെ അടിയിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ അടിവശം ഒരു അല്പം വീതിക്ക് നിന്നോട്ടെ, ഒട്ടിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കട്ട് ചെയ്യാതെ ഞാനതൊന്ന് മടക്കി വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ 1 കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ഒരു ഗിയർ വയറിൻ്റെ പീസും കൂടെ എടുത്തിട്ട് മറ്റേ വലിയ ബീഡ്സ് ഉണ്ടല്ലോ, അത് കൂട്ട് 1 ഞാനിതുപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. ഒരു ഗിയർ വയർ ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നിൽക്കാവുന്ന പോലെ ഓരോന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 ബീഡ്സ് ഞാൻ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതും ഇതുപോലെ അടിയിലോട്ടൊന്ന് പിരിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ അതും ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു പീസ്, അത് ഏകദേശം അത് ആ ഫ്ലവറിന് ചേരുന്ന ഒരു കളർ നോക്കി ഞാൻ എടുത്തതാണ്, ബ്ലൂ കളർ. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 2 അറ്റത്തേക്കുമായിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ടിയാര പോലെ ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫെൽറ്റ് ഷീറ്റിന് പകരം ക്യാൻവാസിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അതായത് നമ്മൾ ഈ ചുരിദാറിൻ്റെയൊക്കെ കഴുത്തൊക്കെ വെട്ടിയെടുക്കുന്ന ടൈപ്പ് ഷീറ്റില്ലേ, അതാണെങ്കിലും ഉപയോഗിക്കാം. ഇതിന് കുറച്ചുകൂടെ കട്ടിയുണ്ടെന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ അറ്റത്തേക്കല്ല, അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഈ 2 ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുവാണ്.
അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ട് എന്ന് പറയുന്ന ഗ്ലൂ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഗ്ലൂ ഏതാ ഉപയോഗിക്കുന്നത്, ഏതാ നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ B7000 എന്ന് പറഞ്ഞ ഗ്ലൂവും ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. രണ്ടും നല്ലതാണ്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അടുത്ത ആ 3 ബീഡ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് പശ തേച്ചിട്ട് ഞാൻ ആ 2 ഫ്ലവറിൻ്റെയും സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറ്റി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫെൽറ്റ് ഷീറ്റിലേക്കായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അതൊന്ന് കോമ്പയിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ കോമ്പയിലേക്ക് ഞാനിങ്ങനെ പശ തേച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അല്പസമയം ഒന്ന് മെനക്കെടാനുള്ള ക്ഷമ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫെൽറ്റ് ഷീറ്റിൻ്റെ തന്നെ ഒരു ചെറിയൊരു പീസും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് പശ തേച്ചിട്ട് അതിൻ്റെ ബാക്കിലേക്കായിട്ട് കുറച്ചുകൂടി ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പെട്ടെന്നൊന്നും പറഞ്ഞു പോകാതെ കുറച്ചുകൂടെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ചെയ്തു വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.